ഹാരി പോട്ടറിൻ്റെ പുതിയൊരു സീരീസ് വരാൻ പോകുന്നു എന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഉണ്ടോ? ഇത് റീബൂട്ട് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആരാണ് ഇത് ചോദിച്ചത്? അത്രയ്ക്കും ഐക്കോണിക് ആയിട്ട് ക്ലാസിക് ആയിട്ടുള്ള സിനിമകളല്ലേ അവർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം അന്ന് നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും ഇപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് കുറച്ചായി. അതായത് JK റൗളിംഗ് പണ്ട് ട്വിറ്റർ ആയിരുന്ന കാലത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആകെ 2 ജെൻഡേഴ്സേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് JK റൗളിംഗ് പബ്ലിക്കായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു കാര്യം കൂടെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാരി പോട്ടറിലെ മെയിൻ കാസ്റ്റ് ആയിട്ട് വന്ന ഡാനിയൽ റാഡ്ക്ലിഫും എമ്മ വാട്സൺ എല്ലാവരും JK റൗളിംഗിന്റെ ഈ ഒരു പ്രസ്താവനയെ എതിർത്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കായിട്ട്. അപ്പൊ അത് JK റൗളിംഗിന്റെ മനസ്സിൽ നല്ലോണം ഉണ്ട്. അതിന്റെ ഒരു പക വീട്ടുകയാണ് ആക്ച്വലി. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റിൽ JK റൗളിംഗ് നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്, ഡാനിയൽ റാഡ്ക്ലിഫിനെയും എമ്മ വാട്സനെയും ഞാൻ ഒരിക്കലും പൊറുക്കില്ല, അവരെന്നോട് ചെയ്തത് ചതി തന്നെയാണെന്നുള്ള കാര്യം. അപ്പൊ ആ ഒരു ദേഷ്യം കാരണമാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഇങ്ങനൊരു പുതിയൊരു പ്രൊജക്റ്റുമായിട്ട് വരാനുള്ള കാരണം. ഈ പഴയ ആൾക്കാരിനെയൊക്കെ എടുത്തു മാറ്റി ഇനി പുതിയ കുറച്ച് ആൾക്കാരിനെ കൊണ്ടുവന്ന് അവരുടെ സപ്പോർട്ട് മേടിക്കാനായിരിക്കും JK റൗളിംഗ് ശ്രമിക്കുന്നത്.